യുദ്ധവും ഉപരോധവും താറുമാറാക്കിയ ഗാസ മുൻപ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ തുറന്ന ജയിൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. ദിവസേന നമ്മൾ കാണുന്ന ഹൃദയഭേദകമായ വാർത്തകളും റിപ്പോർട്ടുകളും ഗാസയിലെ ജീവിതത്തിന്റെ നേർക്കാഴ്ചകളാണ്. പട്ടിണിയും പോഷകാഹാരക്കുറവും മൂലം പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും മരണത്തിന് കീഴടങ്ങുന്ന ദയനീയ കാഴ്ചകൾ ഏതൊരു മനുഷ്യന്റെയും മനസ്സിനെ ഉലയ്ക്കുന്നതാണ്. ഗാസ സിറ്റിയിൽ നിന്നുള്ള 18 മാസം പ്രായമുള്ള മുഹമ്മദ് സക്കീർ അയ്യൂബ് അൽ മദൂഗിന്റെ എല്ലുന്തിയ ചിത്രം ഈ ദുരന്തത്തിന്റെ പ്രതീകമായി നമ്മുടെ മനസ്സിൽ നിറയുന്നു. ആ ചിത്രം ഗാസയുടെ യാഥാർത്ഥ്യമാണ്. അവിടെ ഓരോ നിമിഷം കുട്ടികൾ വിശപ്പിന്റെയും മരണത്തിന്റെയും വക്കിലാണ്. ഈ ഭീകരത കണ്ട് വേദനിക്കുക എന്നതിനപ്പുറം നമുക്ക് എന്ത് ചെയ്യാനാകും എന്ന ചോദ്യത്തിന് ഒരു കൂട്ടം ആക്ടിവിസ്റ്റുകൾ ഉത്തരവാകുകയാണ്. ഗാസയിലേക്കുള്ള സഹായ വിതരണവും ഇസ്രയേലിന്റെ കടുത്ത ഉപരോധങ്ങളും കാരണം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നിന്നാണ് ഈജിപ്തിൽ നിന്നുള്ള ഒരു കൂട്ടം ആക്ടിവിസ്റ്റുകൾ C2C എ ബോട്ടിൽ ഓഫ് എ ഹോപ്പ് ടു ഗാസ എന്ന പേരിൽ ഒരു അസാധാരണമായ പ്രചരണത്തിന് തുടക്കമിട്ടത്. അരിയും മറ്റും ഉണങ്ങിയ ധാന്യങ്ങൾ കുപ്പിയിൽ നിറച്ച് മെഡിറ്ററേനിയൻ കടലിലേക്ക് എറിയുന്നതാണ് ഈ ന്യൂനതമായ ആശയം.